عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين. സൂറത്തുൽ മുജാദില, അധ്യായം 58. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതീ തുജാദിലുക ഫീ സൗജിഹാ വതശ്തകീ ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉൻ ബസീർ. ഇത് മക്കയിലെ, മദീനയിലെ ആ കാലഘട്ടത്തിൽ ഇജാസിലുണ്ടായിരുന്ന പാരമ്പര്യമായി നടന്നിരുന്ന ഒരു അനാചാരത്തെ എതിർക്കുകയാണ്. ഇസ്ലാമികമായിട്ട് പിൻബലമില്ലാത്ത ഒരു അനാചാരത്തെ അതിശക്തമായി എതിർക്കുകയും അത് ആ സമൂഹത്തിൽ നിന്ന് മദ്യം ഒഴിവാക്കിയ പോലെ, മദ്യം മാത്രമായിരുന്നില്ല ആ സമൂഹത്തിലെ തെറ്റുകൾ, അല്ല യുദ്ധം മാത്രമായിരുന്നില്ല തെറ്റുകൾ, അതല്ലാത്ത ഒരുപാട് പൂർവികരായ ആളുകൾ കൊണ്ടു നടന്നിരുന്ന അനാചാരങ്ങളുടെ പിന്മുറക്കാരായിരുന്നു ഖുറൈശികൾ അഥവാ മക്കക്കാർ. മദീനയിലും ഹിജാസ് അടക്കം അറബ് ദേശത്ത് അങ്ങനെ വ്യാപിപ്പിച്ച് നടന്നിരുന്ന ചില തെറ്റായ നടപടികൾക്കെതിരെ അതിശക്തമായി സൂറത്തുൽ മുജാദില അള്ളാഹു ഖുർആനിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. അപ്പോൾ ആ നാട്ടിൽ നടന്നിരുന്ന ദിഹാർ എന്ന് പറഞ്ഞൊരു പരിപാടി, നമ്മൾ ഈ തലാഖ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ, സ്ത്രീകളെ അല്ലെങ്കിൽ പുരുഷന്മാർ വിവാഹമോചനം ചെയ്യുന്ന, വിവാഹത്തിൽ നിന്ന് വേർപ്പെടുന്ന തലാഖിന് മുമ്പ് ഈ ഒരു സംവിധാനം, അതായത് തൻ്റെ ഭാര്യയോട്, ഈ അറബികളുടെ, ആ നാട്ടിലെ ആ ദേശക്കാരുടെ ഒരു പ്രത്യേകതയായിരുന്നു ശപഥങ്ങൾ. അവർ ഭയങ്കരമായിട്ട്, അതിൽ ചില വാല്യൂസ് ഉണ്ടായിരുന്നു, ചില മൂല്യങ്ങൾ അവരുടെയൊക്കെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് അവർ ശപഥം ചെയ്താൽ അത് അവർ ഒഴിവാക്കൂല, അത് അവരുടെ മനസ്സിന്ന് മാറൂല. അത് എന്ത് വില കൊടുത്തും ആ ശപഥം നിറവേറ്റാൻ. അത് അബ്ദുൽ മുത്തലിബ് കഅബയുടെ പുനർനിർമ്മാണ, അതിൻ്റെ നവീകരണ സമയത്ത് ഒരിക്കൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ കഅബ എല്ലാ വർഷവും അതിൻ്റെ മോടി പിടിപ്പിക്കുകയും ഒരു ചടങ്ങൊക്കെ അവിടെ നടക്കാറുണ്ട് പരമ്പരാഗതമായിട്ട്. അതിൻ്റെ സംരക്ഷകരായി നിൽക്കുന്നത് ഖുറൈശ് ഗോത്രമാണ്. അപ്പോൾ ജനങ്ങളോടൊരു വലിയ വാക്ക് പറഞ്ഞു, എനിക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് 10 മക്കളുണ്ടായാൽ 10ാമത്തെ മകനെ ബലി കഴിപ്പിക്കുമെന്ന്. അപ്പോൾ ആ 10ാമത്തെ മകനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള. അപ്പോൾ അബ്ദുള്ളാഹിനെ ബലി കഴിപ്പിക്കുക. അപ്പോൾ ബലി കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കഴിപ്പിക്കുന്നു, അത് അവിടെ വേറെ വാക്കുകളില്ല. അപ്പോൾ അതിന് തയ്യാറായി എന്നുള്ളതാണ് അബ്ദുൽ മുത്തലിബ്. ഉണ്ടായ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ അത്രമേൽ ഒരു വാക്ക് പറഞ്ഞാൽ, ഒരു ശപഥം ചെയ്താൽ അത് നിർവഹിക്കുന്ന, അത് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ആ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ, അതിന് വലിയ വാല്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ വിഷയത്തിൽ, സ്ത്രീകളുമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഭർത്താക്കന്മാർ പറയും, ഞാൻ ദിഹാർ ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇനി നിന്നോട് അതായത് ഇപ്പം ഉമ്മനോട് ശാരീരിക ബന്ധമില്ല, പെങ്ങളോട് ശാരീരിക ബന്ധമില്ല, മാനുഷികമായിട്ട് ഇല്ല. അപ്പോൾ അതുപോലെ നിന്നെ സമമാക്കി, നീ ഇനി എന്തായി, നീ ഇനി എൻ്റെ ഭാര്യയാണ്, പക്ഷേ നിന്നെ ഒഴിവാക്കുന്നൊന്നുമില്ല, നിനക്കിവിടെ ജീവിക്കാം, എൻ്റെ ചിലവിൽ കഴിക്കാം, വേറെ അവകാശങ്ങളെല്ലാം നിനക്കുണ്ട്, പക്ഷേ നീ ആയിട്ട് ഇനി ശാരീരിക ബന്ധമല്ല എന്ന് പറയുന്ന ഒരു നടപടി അന്ന് ഉണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായിട്ട് എതിർക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു പരാതിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീ വന്ന് പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം എന്നെ ചെയ്തതായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സംഭാഷണം അള്ളാഹു അത് പരിഗണിച്ചിട്ടുണ്ട് എന്ന രീതിയിലാണ്. സമയ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കേട്ടു എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം നൽകുകയാണ്. അള്ളാഹ് അത് കേട്ടു അല്ല, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ അപ്പം നമ്മൾ പറയാറില്ല മലയാളത്തിൽ, എൻ്റെ പ്രാർത്ഥന പഠിച്ചോൻ കേട്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചോൻ കേട്ടു എന്നല്ലല്ലോ, പഠിച്ചോൻ അതിന് എന്ത് ചെയ്തു, അതിന് ഉത്തരം നൽകി, അതെൻ്റെ ജീവിതത്തിൽ ആ കാര്യം സാധിപ്പിച്ചു തന്നു എന്നാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഇവിടെ സമയ എന്ന വാക്കിന് മീനിങ് വരുന്നത്, കേട്ടു. ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ, ആ ഒരു പങ്കാളിയുടെ, ആ ഒരു പാർട്ട്ണറുടെ, ആ സഹോദരിയുടെ തൻ്റെ ഭർത്താവിനെ പറ്റി, വതശ്തകീ
ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറക്കുമാ. നിങ്ങൾ രണ്ടുപേരുടെയും സംസാരം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിന്നെ ആയിട്ടുള്ള സംസാരവും അതുപോലെ തന്നെ ഈ വിഷയവും അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. അപ്പോൾ ആ വിഷയത്തിൽ അള്ളാഹിൻ്റെ നിലപാട് പറയാണ്. അതിനെ ഒരു 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 നാട്ടിലുള്ള കാലങ്ങളായിട്ട് പുലർത്തി വരുന്ന ഒരു ആചാരത്തെ പെട്ടെന്ന് തുടച്ചു നിൽക്കാൻ സാധ്യമല്ല. മദ്യം അങ്ങനെ പടിപടിയായിട്ട് ഒറ്റയടിക്ക് വേണമെങ്കിൽ അള്ളാഹുവിന് ആയത്തിറക്കിയാൽ ഒരു പക്ഷേ അവിടുത്തെ സ്വഹാബത്തിൻ്റെ ഒക്കെ നിലപാടുകൾ അത് പോസിറ്റീവായിരിക്കും, അവരാരും അത് പിന്നെ ഉപയോഗിക്കില്ല. പക്ഷേ ചില ആളുകളെങ്കിലും വർഷങ്ങളായിട്ടുള്ളൊരു തെറ്റിനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ ഒഴിവാക്കാൻ സാധ്യമല്ല. അപ്പോൾ അതിന് പടിപടിയായിട്ടുള്ള ആദ്യം മദ്യം കഴിക്കരുത് എന്ന് പറയുന്നതിന് പകരം മദ്യത്ര മോശമാണ് എന്നൊക്കെ അതിൻ്റെ കെടുതികളെ പറ്റി ബോധവൽക്കരിക്കുന്ന ആയത്തുകൾ ഇറങ്ങി. പിന്നെ അതിന് ശേഷം അത് മദ്യം കഴിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിങ്ങൾ വരരുത് എന്ന് ആയി. നിസ്കാരത്തിൻ്റെ തന്നെ 5 നേരം നിസ്കാരത്തിൻ്റെ അടുക്ക ഒരു മദ്യം കഴിക്കൽ ഒരു ബുദ്ധിമുട്ടായി. അങ്ങനെ പിന്നെ അതിന് പൂർണ്ണമായിട്ടും അത് ഹറാമാക്കി പിന്നെ വിധി വരികയും ചെയ്തു. എന്ന പോലെ തന്നെ ഇതും അങ്ങനെ തന്നെ. അല്ലദീന യുളാഹിറൂന മിൻകും മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാതിഹിം. അപ്പോൾ ഈ യുളാഹിറൂന ദിഹാർ ചെയ്യാന്നാണ് പറഞ്ഞത്. ദിഹാർ ചെയ്യുന്ന, അതായത് മാതാവിന് സമമാക്കുന്ന ഏർപ്പാട്. നിങ്ങളിനി സ്വതന്ത്രരാണ്, എന്നാൽ നമ്മളിനി ശാരീരിക ബന്ധമൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോളൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു രീതി മിൻ നിസാഇഹിം, സഹോദരിമാരെ ചെയ്യുന്ന രീതി. ഭാര്യമാരെയാണ് ചെയ്യുന്നത്, ഭർത്താക്കന്മാരാണ് സ്വാഭാവികമായിട്ടും എന്നാണ്. അപ്പോൾ ഈ ഒരു ദിഹാർ, ആ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മഹാത്തി, നിങ്ങളുടെ മാതാക്കളല്ല. അത് കട്ടായം, അത് ഉറപ്പിച്ച അല്ലാഹ് പറയാം. അങ്ങനെ മാതാക്കളാക്കാൻ പറ്റില്ല. ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഹി വലദ്നഹും വ ഇന്നഹും ലയഖൂലൂന മുൻകറൻ മിനൽ ഖൗലി വസൂറാ വ ഇന്നല്ലാഹ ലഗഫൂറുൻ ഗഫൂർ. അവർ പിന്നെ നിങ്ങളെ പ്രസവിച്ച ആരാണോ, വലദിനഹും നിങ്ങളെ മക്കളെ പ്രസവിച്ച അവരാണോ, അവർ മാത്രമേ നിങ്ങൾ ഉമ്മഹാത്തായിട്ടും മാതാക്കളായിട്ട് വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നവരെ പിടിച്ചിട്ട് ആ മാതാക്കളാക്കുന്ന സമ്പ്രദായം ശരിയല്ല, അങ്ങനെ ഇല്ല എന്ന് അള്ളാഹു പറയാണ്. അതുകൊണ്ട് അത് അങ്ങനെ പറയുന്നത് വൈന്നഹും ലയഖൂല മുൻകറൻ, അത് വലിയ തെറ്റായതും നീചമായ ഖൗലാണ്, വസൂറ വളരെ നീചമായ മോശപ്പെട്ട വാക്കുകളാണ്, അങ്ങനെയൊന്നും ഇനി ആരും ചെയ്യരുത്. എന്നിട്ട് പറയാം വൈനല്ലാഹു ലഅഫൂൻ, അള്ളാഹു വിട്ടു തരാനും പൊറുക്കാനും തയ്യാറാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ്, അത് നിങ്ങൾ അതിന്ന് പിന്മാറണം എന്ന ആയത്താണ് വരുന്നത്. ഇനി വല്ലദീന യുളാഹിറൂന മിൻ നിസാഇഹിം സുമ്മ യഊദൂന ലിമാ ഖാലൂ فتحرير رقبة من قبل أن يتماسا ذلكم توعظون به والله بما تعملون خبير. ഈ തങ്ങളുടെ ഭാര്യമാരെ ലിഹാർ ചെയ്യുകയും അതിന്ന് പിന്മാറുകയും ചെയ്യുന്നവർ, അല്ലദീന യുളാഹിറൂന മിൻ നിസാഇ, തങ്ങളുടെ ഭാര്യമാരെ ഒരാൾ ദിഹാർ ചെയ്തിട്ട് അതൊന്ന് പിന്മാറി, അങ്ങനെ അവർ അങ്ങനെ പിന്മാറിയാൽ, ഇനി ആരെങ്കിലും അങ്ങനെ ദിഹാർ ചെയ്ത് പിന്മാറിയാൽ പരസ്പരം അവർ ഒരുമിക്കുന്ന മുമ്പ് ഒരു അടിമയെ മോചിപ്പിക്കണം. അപ്പോൾ അറബ് കൾച്ചറിൽ ഉണ്ടായിരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിഹാർ ചെയ്യും, ചിലപ്പോൾ 1 മാസത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ചില ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നൊരു സൗകര്യം പോലെ പുരുഷന്മാരുടെ ഒരു പുരുഷാധിപത്യം അവിടെ നിലനിന്നിരുന്നു. സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ട ഒരവസ്ഥ അറിയാലോ, പെണ്ണുകുട്ടികളെ കുഴിച്ചുമുടുന്ന കാലമാണ്. പിന്നെ അതിലപ്പുറമൊന്നുമില്ലല്ലോ. അത്രമേൽ അവർ അധസ്ഥിതരായ വളരെ ഒരു സമൂഹത്തിൽ വിലയില്ലാത്ത അവസ്ഥയിൽ ജീവിക്കേണ്ടവരായി ഒരു കാലഘട്ടമായിരുന്നു അത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വലിയ നവോത്ഥാനം, സ്ത്രീകൾക്ക് പദവി ലഭിക്കുകയും സ്ത്രീകൾ അംഗീകരിക്കുകയും അവർ സമൂഹത്തിൻ്റെ ഭാഗമാകുകയും ഒരു സംവിധാനങ്ങളുടെ അകത്തേക്ക് അവരെ കൊണ്ടുവരിക, കുടുംബ സംവിധാനത്തിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കുക, അവർക്ക് സ്വത്തവകാശം കൊടുക്കുക. അതായത് കുഴിച്ചു മൂടുന്ന അവസ്ഥയിൽ നിന്ന് പെണ്ണിനെ പിന്നെ സ്ത്രീ വിമോചനത്തിൻ്റെ വലിയൊരു വിപ്ലവം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ലോക ചരിത്രകാരന്മാർ അറിയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അത്രയും ഉയർത്തിക്കൊണ്ടുവരാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ അത്ഭുതകരമായൊരു സംഗതിയാണ്. അപ്പോൾ അവർ ആ സ്ത്രീകൾ അതായത് നമുക്കറിയാലോ, പിന്നെ ഡിവോഴ്സിന് വലിയ
പല രാജ്യത്തും ഈ ഡിവോഴ്സിന് ശേഷമുള്ള കോമ്പൻസേഷൻ വലുതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എല്ലാവരും ഡിവോഴ്സ് ചെയ്യാൻ നോക്കും. ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഡിവോഴ്സിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതാ ഈസി, നമുക്ക് വേറെ നോക്കാമല്ലോ. നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങി, ഒരു കാറ് വാങ്ങി, നമുക്കത് കംഫർട്ടെല്ലാം തോന്നി നമ്മൾ വേറൊരു കാർ എടുക്കും. അപ്പോൾ അതുപോലെ വേറൊരു ഓപ്ഷനിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നത് അത് അത്ര ഈസി ആയതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ഈസി അല്ല. അത്രയും വലിയ കോമ്പൻസേഷന് അതിന് വെക്കുന്നത് കൂടി ഇതാണ്. ഇങ്ങനെ ഒരു എല്ലാവരും ഡിവോഴ്സിലേക്ക് പോകുമല്ലോ. അതുപോലെ ദിഹാറിന് അള്ളാഹ് എന്ത് ചെയ്യാണ്, വളരെ മനഃശാസ്ത്രപരമായിട്ട് നിങ്ങൾ അഥവാ ഇനി ദിഹാർ ചെയ്തിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ദിഹാർ ചെയ്ത് ഒഴിവാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നിങ്ങളൊരു അടിമ എന്ത് ചെയ്യണം, മോചിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, ആളുകൾ അടിമയെ മോചിപ്പിക്കേണ്ടി വരുമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും ഒരുമിക്കാണ്, അതുകൊണ്ട് ഇപ്പോൾ ദിഹാർ ചെയ്യണ്ട, മാതാവിനെ സമമാക്കിയിട്ട് അങ്ങനെ നിർത്തണ്ട എന്നൊരു നിലപാടിലേക്ക് എത്താൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ പറയാതാലിക്കും നബി വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾക്കുള്ളൊരു ഉപദേശമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ദിഹാർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്, സമാവില്ല എന്നുള്ള മേലെ ആയത്തിൽ പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ദിഹാർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി ഒരുമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തൊലാക്ക്. അപ്പോൾ എന്നാൽ ഒരു ഭാര്യയുമായിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, തൊലാക്ക് ചെയ്യാന്നുള്ളത് ഇസ്ലാമിൽ അല്ലാതെ അവരെങ്ങനെ തിരിച്ചെടുക്കുക, പിന്നെയും ഇങ്ങനെ പോകേണ്ട ഒരു കാര്യമല്ല. നമ്മൾ എല്ലാവർക്കും സമാധാനവും സന്തോഷമാണ് ജീവിതത്തിൽ അള്ളാഹ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു തൊലാക്ക് തന്നെ അള്ളാഹ് അനുവദിക്കുന്ന അവിടെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യണം, സൂറത്ത് തൊലാക്കിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് ആ വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ദിഹാർ ചെയ്യുന്നത് ഒരു അനുയോജ്യമായൊരു പ്രക്രിയ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا. ഇപ്പം അങ്ങനെ അടിമമോചനത്തിനൊന്നും പറ്റുന്നില്ല. 2 മാസം ഷഹ്റൈനി മുത്തതാബിഐനി മിൻ ഖബ്ലി അൻ യതമാസ, 2 മാസം നോമ്പ് വിൽക്കണം. അവർ 2 മാസം നോമ്പ് വിൽക്കണം, അതൊക്കെ വലിയ കാര്യമാണല്ലോ. അപ്പോൾ ആലോചിക്കുക, ഒരാൾ ദിഹാർ ചെയ്യുന്ന ആ വാക്ക് പറയുന്നതിന് മുമ്പ്, കാരണം ശബ്ദമായിട്ട് പറഞ്ഞാൽ പോരാ, അപ്പോൾ അതിനുശേഷം ഞാൻ ഒന്നെങ്കിലും അടിമനെ മോചിപ്പിക്കണം, അത് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതയാണ്, അല്ലെങ്കിൽ 2 മാസം നോമ്പ് വിൽക്കണം. അപ്പോൾ അത്രക്കും ഇനി അതൊന്നും പറ്റുന്നില്ല. ഫമല്ലം യസ്തതി' ഫഇത്ആമു 60 മിസ്കീന, 60 മിസ്കീൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അതും അല്ലെങ്കിൽ അപ്പോൾ 3 കാര്യം ചെയ്യണം. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ഒരു അടിമനെ മോചിപ്പിക്കണം. അത് അത്രയും വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാണ്. ഇനി അതല്ല 2 മാസം നോമ്പ് വിൽക്കാൻ, കഷ്ടം തന്നെയാണ് എന്ന് പറയുന്ന അവസ്ഥ വരുമല്ലോ. പിന്നെ അതും അല്ല, 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം. ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب أليم. ഇത് അള്ളാഹിൻ്റെ ദൂതനിൽ വിശ്വസിക്കുന്ന വിശ്വാസം സംരക്ഷിക്കാനാണ്. ബില്ലാഹി വറസൂലി വതിൽക ഹുദൂദുല്ലാഹ്, അള്ളാഹുവിൻ്റെ നിയമപരിധികളാണ്, ചിട്ടകളാണ്. അതുകൊണ്ട് അത് നിങ്ങളത് പാലിച്ചേക്കണം. അത് നിങ്ങളൊരർത്ഥത്തിലും തെറ്റിക്കാനും പാടില്ല. ഇന്നല്ലദീന യുഹാദ്ദൂനല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം وقد أنزلنا آيات بينات وللكافرين عذاب مهين. അപ്പോൾ അള്ളാഹിൻ്റെ ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂല, അള്ളാഹിൻ്റെ റസൂലിനോടും അള്ളാഹുവിനോടും ഒരു തരം മാനസികമായിട്ട് വിരോധം പാലിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർ കുബിത്തല്ലദീന മിൻ ഖബ്ലി, അവർ അപമാനിതരാവും, നിന്ദിതരാവും. മുൻഗാമികളെ അള്ളാഹു നിന്ദിച്ച പോലെ അവരുടെ പൂർവ്വ സമൂഹങ്ങൾക്കൊക്കെ അള്ളാഹിൻ്റെ വിരോധം പാലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയമങ്ങളോടും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളോടും ഒന്നും അവർക്ക് താല്പര്യമില്ലാതെ അവർ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്നവരെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലിൽ കാഫിരീന, കാഫിറുകൾക്ക് അദാബും മുഹീൻ, അപമാനകരമായിട്ടുള്ള ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. യൗമ യബഅസുഹുമുല്ലാഹ്, യബഅസ് എന്ന് പറഞ്ഞാൽ പുനർജീവിപ്പിക്കുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കുക, മണ്ണിൽ നിന്ന് മനുഷ്യരെ പുനർസൃഷ്ടിക്കുകയും
ഫയുനബ്ബിഹും ബിമാ അമിലു, തങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ദിവസം. അള്ളാഹു അവരെല്ലാം ഓർമ്മിപ്പിക്കും. അതൊക്കെ അഹ്സാഹുല്ലാഹു വനസ്. അവർ ചിലപ്പോൾ ചില കർമ്മങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്, അന്ന് പണ്ടൊക്കെ ചെയ്തതൊക്കെ. നമ്മുടെ തെറ്റുകളൊക്കെ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ അള്ളാഹ് അതൊന്നും മറന്നുപോലെ. ഓരോ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ നിസ്സാരമായ തെറ്റുകൾ മുതൽ എല്ലാം അള്ളാഹു പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എല്ലാം അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു തന്നെ സാക്ഷിയാണ്. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. അല്ലാഹു എല്ലാ കാര്യങ്ങളും, ഇത് നമ്മൾ വളരെ സൂക്ഷിച്ച് പാരായണം ചെയ്യേണ്ട, ഭയത്തോടു കൂടെ പാരായണം ചെയ്യേണ്ട ഒരു സംഗതി കൂടിയാണ്. കാരണം അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. ഇഹ്സാനോടുകൂടി ജീവിക്കാൻ നമ്മൾ പറയും. യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ, ആകാശഭൂമികളിലെ ഏതൊരു ചലനവും എന്തൊരു കാര്യവും നമ്മുടെ മനോമുഖരങ്ങളിൽ മനസ്സുകളുടെ അകത്തുള്ള ചിന്തകൾ വരെ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനൂ. നമ്മുടെ സംസാരങ്ങൾ ഇപ്പോൾ നമ്മൾ പലപ്പോഴും രഹസ്യമായിട്ട് സംസാരിക്കലുണ്ട്. അപ്പോൾ ഒരു മായക്കൂന് മിൻ നജ്വാ സലാസത്തിൻ, മൂന്നാൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഭൂമിയിൽ ഇപ്പോൾ ഒരു വലിയൊരു വീട്ടിൻ്റെ ഉള്ളിൽ, ആരുമില്ലാത്ത വീട്ടിൻ്റെ ഉള്ളിൽ ഒരു മൂന്നാളിപ്പോൾ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ, റാബിഹും വല ഹംസത്തിൻ ഇല്ലാഹു റാബിഹുൻ, നാലാമനായിട്ട് അള്ളാഹ് ഉണ്ട്. ഇനി ഇല്ല വല ഹംസത്തിൻ, നിങ്ങൾ 5 പേരാണെങ്കിൽ ആറാമനായ സാദിഹുസും അള്ളാഹു ആറാമനായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ സംഭാഷണം, നമ്മൾ സ്വകാര്യമായിട്ട് സംസാരിക്കുന്ന സംസാരം, ഇനിയിപ്പോൾ ദാലിക്കമിൻ അക്സർ, അതിന് കൂടുതലോ കുറവൊക്കെ ആണെങ്കിലും, ഇല്ലാഹു മാഹും ഐനമാക്ക, നിങ്ങൾ എവിടെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിലും അള്ളാഹു ഇതൊക്കെ അറിയുന്നുണ്ട്. നമ്മുടെ സംസാരം ഗീബത്താണോ നമീമത്താണോ എന്താവട്ടെ, അതിലെ തെറ്റുകളും ശരികളും ഒക്കെ അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ثم ينبئهم بما عملوا يوم القيامة. അങ്ങനെ നിങ്ങൾ എന്താണ് കൊണ്ടുവന്നതെന്നുള്ളത്, നിങ്ങൾ ആ സംസാരം, ഇപ്പോൾ നമ്മൾ പലപ്പോഴും വ്യർത്ഥമായിട്ടൊരാവശ്യമില്ലാത്ത അനാവശ്യമായ ബടായും പറഞ്ഞിട്ട് ചിലപ്പോൾ ഗീബത്താവാൻ നമീമത്ത, സമയം കൊല്ലിയല്ലേ, സമയം കൊല്ലുന്ന ഒരു ഏർപ്പാട് പണ്ട് കാലത്തൊക്കെ ഇത് ഒരുപാട് കൂടുതലായിരുന്നു. കാരണം ഇത് ആളുകൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബസ് സ്റ്റോപ്പിലും അങ്ങാടികളിലും അല്ലെങ്കിൽ ചായക്കടയിലൊക്കെ ഇരുന്ന് ഒരുപാട് ഇങ്ങനെ ബടായി പറഞ്ഞ് നടക്കുന്ന ഒരു കാലം മുമ്പ് കാലത്തുണ്ടായിരുന്നു. ഇപ്പം പുതിയ ജനറേഷനിൽ ഇതൊക്കെ ഓൺലൈനായി. അപ്പോൾ ഈ ഓൺലൈനിൽ ചെയ്യുന്ന ടെക്നോളജി വെച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, വാട്സപ്പിലുള്ള സംസാരമാവട്ടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഗ്രൂപ്പായിട്ടുള്ള ഡിസ്കഷൻ ആവട്ടെ, ഇനിയിപ്പോൾ ഗെയിം കളിക്കുന്ന കുട്ടികൾ ഗെയിം കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുകയും പരസ്പരം കുറ്റം പറയും, ഇതൊക്കെ അള്ളാഹ് കാണുന്നുണ്ട്. ഇതൊക്കെ റെക്കോർഡിക്കലാണ്. ഇതിനൊക്കെ അള്ളാഹ് ഇതിൻ്റെ ശിക്ഷ നൽകുന്നതാണ്. ഈ ഒരു ബോധ്യവും നമുക്കുണ്ടാകണം. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന ഓരോ വാക്കും അത്രമേൽ നമ്മുടെ അമലുകൾ ബാത്തുലാക്കുന്നതാണെന്നും നാളെ പരലോകത്ത് ഇതൊക്കെ അള്ളാഹ് കൊണ്ടുവരും എന്നുള്ള വ്യക്തമായ ആയത്താണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇന്നല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന ബോധ്യം. ഇതാണ് ഇഹ്സാനോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വലിയൊരു പിഴവായിട്ട് നമ്മുടെ ലൈഫിൽ വരുന്നൊരു സംഗതിയാണ് ഇത്. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول. ألم تر إلى الذين نهوا عن النجوى. അവിടെ ഈ ഗൂഢാലോചന നടത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഗൂഢാലോചന നടത്തിയ ഒരുപാട് സംഭവം. അതിൽ ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ജൂതഗോത്രത്തിലേക്ക് വളരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആനയിച്ച് വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും മേലെ നിന്ന് ഒരു പാറ തള്ളിയിട്ടിട്ട് കൊല്ലാൻ വരെ പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്ത ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. അതൊക്കെ മദീനത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ മദീനത്ത് പുറത്തുള്ളൊരു ജൂതഗോത്രവുമായിട്ട് തമ്മിലുള്ള ഒരു അറ്റാക്ക്, ഒരു ചെറിയൊരു സംഘടനയൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ അവിടെ മദീനത്ത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. പലർക്കും ഇതിലൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിലൊന്നും അൻസാറുകളൊക്കെ അങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതൊക്കെ ശരി. അതിൻ്റെ ഒരു മറുവശം ചെറിയൊരു ന്യൂനപക്ഷം ഇങ്ങനെയൊക്കെ ഗൂഢാലോചന ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു.
അതിന് പിന്നെ അതിന് എന്താ ഇരുതിയിൽ എണ്ണ ഒഴിക്കാൻ മക്കയിൽ നിന്ന് പല പ്രമുഖരും വന്നിട്ട് വിശ്വാസം സ്വീകരിക്കുകയും സൂറത്തുൽ മുനാഫിഖൂല് നമ്മളത് ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പം അങ്ങനെയൊക്കെ നടക്കുന്ന ഗൂഢാലോചനകൾ അവിടെ ഉണ്ട്. അപ്പം ഗൂഢാലോചന നടത്തുന്നവരെ നീ കണ്ടില്ലേ, അവർ അള്ളാഹിൻ്റെ റസൂലിനെ ധിക്കരിക്കാനും വലിയ തെറ്റുകൾ ചെയ്യാനുമാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ പാപം ചെയ്യാൻ, അതിക്രമത്തിന്, അള്ളാഹിൻ്റെ റസൂലിനെ ധിക്കരിക്കാൻ, മാസിയത്ത് റസൂൽ, അതിനൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ തെറ്റായ രീതിയിലാണ് അവർ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട്. എന്നാൽ ഇദാ ജാഊക ഹയ്യൗക ബിമാ ലം യുഹയ്യിക ബിഹില്ലാഹ്, അവർ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്നാൽ അവർ അഭിവാദ്യം ചെയ്യും, സലാമൊക്കെ പറഞ്ഞ് വളരെ നല്ല രീതിയിൽ അഭിവാദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചില ആളുകളാണ് അന്നത്തെ ഈ സംഭവത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അള്ളാഹിൻ്റെ റസൂലിനെ വലിയ പുകഴ്ത്തിപ്പാടി അവരുടെ പിന്നെ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി വളരെ സ്നേഹം നടിച്ച് വളരെ മര്യാദയോടെ ഇതൊക്കെ കാണിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിച്ചു കളയുക എന്നതാണ് നഅൂദുബില്ലാ അവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അത് അള്ളാഹു വഹീൻ്റെ അടിസ്ഥാനത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അവരുടെ ശ്രമം പാളിപ്പോയി. എന്നാൽ ഇവിടെ ഇവരിങ്ങനെ പറയും, വയഖൂലൂന ഫീ അൻഫുസിഹിം ലൗലാ യുഅദ്ദിബുനല്ലാഹു ബിമാ യനഖൂൽ. അവർ പറയാ, നിങ്ങളെ എന്താപ്പോൾ ഞങ്ങളെ ശിക്ഷിക്കാത്ത? അവരിങ്ങനെ പറഞ്ഞെടുക്കും, ഞങ്ങളിപ്പോൾ ഇതൊക്കെ ചെയ്ത് നടക്കുന്നല്ലേ, ഞങ്ങളെന്താ ശിക്ഷിക്കാത്ത? എൻ്റെ റബ്ബ് എവിടെ പോയി? ഹസ്ബുഹും ജഹന്നമു യസ്ലൗനഹാ ഫബിഅ്സൽ മസീർ. അപ്പോൾ നിങ്ങൾക്ക് അർഹമായ ശിക്ഷ ജഹന്നമാണ്. ഫബിഅ്സൽ മസീർ, അത് എത്ര മോശമായ സങ്കേതമാണ്. അപ്പോൾ ഇവർ പറയാന്ന് പറയും, ഒരു പക്ഷേ വാക്കുകൊണ്ട് പറയായിരിക്കുമല്ലോ, ഇവിടെ മനസ്സിലുണ്ടാവും ഇവരിപ്പോൾ അതിൻ്റെ ഒരു ശിക്ഷ, ഇവരാണ് ശിക്ഷയൊക്കെ വരണ്ടല്ലേ, നമ്മളിപ്പോൾ ഇത്രയും ഇപ്പത്തൊക്കെ പറഞ്ഞു നടക്കുന്ന എന്നൊരു സ്വഭാവം അവർക്കുണ്ടാവും. يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون. വിശ്വസിച്ചവരെ, നീ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും തനാജയത്തും എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നിങ്ങൾ നടത്തുകയാണെങ്കിൽ അത് അക്രമത്തിനെതിരെയും അപ്പോൾ കൂടിയാലോചന ആവാം, കൂടിയാലോചിക്കേണ്ടതുണ്ടല്ലോ ജീവിതത്തിൽ. എന്നാൽ ബിൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ അക്രമത്തിനും പാപത്തിനും വേണ്ടിയൊന്നും ആവരുത്. അക്രമം ചെയ്യാൻ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയായത്. സ്വയത്ത് റസൂലുള്ളാഹിയുടെ എനിക്കെതിരെ ധിക്കരിക്കാൻ വേണ്ടിയും ആവരുത്. വതനാജൗ ബിൽ ബിർരി വത്തഖ്വ, നന്മക്ക് വേണ്ടിയിട്ടും തഖ്വക്ക് വേണ്ടിയും സൂക്ഷ്മതയ്ക്ക് വേണ്ടിയും മൂന്നാൾ കൂടിയിട്ട് അള്ളാഹിനെ പറ്റി ചർച്ച ചെയ്യുക, ദീനിനെ പറ്റി ചർച്ച ചെയ്യുക, അള്ളാഹുവിൻ്റെ മഹത്വത്തെ പറ്റി ചർച്ച ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള എത്രയോ മതി. നിങ്ങളെ ജീവിതത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എത്രയോ പ്രാവശ്യങ്ങൾ കൂടിയിരുന്ന അള്ളാഹിനെ പറ്റി ചർച്ച ചെയ്തില്ല. എന്ത് രസമാണെന്നറിയോ? ഞാനും എൻ്റെ ജീവിതത്തിൽ നമ്മൾ രാത്രികളിലൊക്കെ ഒരുപാട് സമയം പോലും അറിയില്ല. നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് അള്ളാഹിനെ പറ്റി, ദീനിനെ പറ്റി, ജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റി, പരലോകത്തെപ്പറ്റി, സ്വർഗ്ഗനരകം, നമ്മുടെ ആമലുകൾ ബാത്തുലാകുന്നതിനെ പറ്റി, പോസിറ്റീവ്. ഒരുപക്ഷെ ഇബ്ലീസിന് വെറുപ്പോട് കൂടിയായിരിക്കും ഇബ്ലീസ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയുള്ള സംസാരങ്ങളിൽ വരെ വലിയ പുണ്യമുള്ള സംസാരങ്ങളാണ്. ഇപ്പം നമ്മൾ കേൾക്കുന്ന നമ്മുടെ ഈ ചർച്ച, അള്ളാഹിൻ്റെ കലാം കേൾക്കുന്നത് വളരെ പുണ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള സംസാരങ്ങളും പുണ്യമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി പോസിറ്റീവായിട്ടുള്ള തഖ്വ വർദ്ധിപ്പിക്കാനുള്ള പുണ്യത്തിലേക്കുള്ള ചർച്ചകളാവട്ടെ. വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. അവസാനം അള്ളാഹിൻ്റെ അടുക്കലേക്കാണോ നമ്മൾ മടങ്ങി പോകേണ്ടത്, അവിടെ ഒരുമിച്ച് ചേരേണ്ടതില്ലേ? അതുകൊണ്ട് നമ്മൾ ആ അർത്ഥത്തിലുള്ള ചർച്ചകൾ നടത്തുക. ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാനി ലിയഹ്സുനല്ലദീന ആമനൂ വലൈസ ബിദാരിഹിം ശൈഅൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഇനി ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ പൈശാചികമാണ്. എങ്ങനെയുള്ള ഗൂഢാലോചന? തെറ്റിലേക്കും വഴികേടിലേക്കും മറ്റുള്ളവരുടെ അപകടകരമായ രീതിയിലുള്ള ഗൂഢാലോചന നടത്തുന്നുണ്ടെങ്കിൽ ലിയഹ്സുനല്ലദീന ആമനൂ, വിശ്വാസികളെ ദുഃഖിതരാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗൂഢാലോചന അവർ നടത്തുന്നത് വിശ്വാസി പക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എന്നാൽ
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലൈസ ബിളാരിഹിം ഷൈഅ, അവരെ ഒരു രീതിയിലും ആക്രമിക്കാൻ ഇല്ല ഇതിനില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ സിഹറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ബാധകമായൊരു സംഗതിയാണ് ഈ പറഞ്ഞത്. അതായത് വിശ്വാസിയെ തകർക്കുക, ഇസ്ലാമിനെ തകർക്കുക എന്ന ഒരു വിശ്വാസി, അത് ഇൻഡിവിജ്വൽ ആവട്ടെ, ഒരു ഗ്രൂപ്പാവട്ടെ, ഒരു സംഘ സംവിധാനമാവട്ടെ, അത് അള്ളാഹിൻ്റെ വഴിയിലാണ്, യഥാർത്ഥ വഴിയിലാണെങ്കിൽ അവരെ മേലെ ഒരു രോമം പോലും തൊടാൻ നിങ്ങൾക്ക് സാധ്യമല്ല, അള്ളാഹുവിൻ ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പം എത്ര ഗൂഢാലോചന, ഇപ്പം എത്ര വലിയ ഗൂഢാലോചന നടത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ വെച്ച് തന്നെ വധിക്കാനുള്ള വലിയ പ്ലാനായിരുന്നില്ലേ? പക്ഷെ എന്ത് സംഭവിച്ചു? അപ്പോൾ അതുപോലെ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, പക്ഷെ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യണം? തവക്കുല് ചെയ്യണം. ഈമാനോടുകൂടെ അള്ളാഹുവിൽ തവക്കുല് ചെയ്താൽ ഇതിനില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ അങ്ങനെയുള്ള ഒരു ഗൂഢാലോചന നിങ്ങൾക്കെതിരെ നടക്കുക സാധ്യമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും. ഇത് വലിയൊരു അദബ്. അതായത് മജ്ലിസുകൾ, നമ്മളൊക്കെ പല മജ്ലിസുകളിൽ ഇരിക്കുന്നവരാണ്, ഫംഗ്ഷനുകളിൽ പോകുന്നവരാണ്, പള്ളികളിൽ വഅദ് പരിപാടികളൊക്കെ കേൾക്കാൻ പോകുന്നവരാണ്. അപ്പോൾ അവർക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു. അവരുടെ അതിൻ്റെ ഹദീസ് തന്നെ പലപ്പോഴും വന്നിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെങ്കിൽ, ഇപ്പോൾ ബസ് കയറുന്നതാവട്ടെ, ഒക്കെ അതിനൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. അല്ലെങ്കിൽ സത്യവിശ്വാസികളെ, നിങ്ങൾ സദസ്സുകളിൽ സൗകര്യം ഒരുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നീങ്ങിയിരുന്ന് ഇടം കൊടുക്കുക. അപ്പോൾ അത് വല്ലാതെ ഇത് ഇരിക്കുന്നവർക്കും ബാധകമാണ്. അതുപോലെ തന്നെ പുതിയ വരുന്ന ആളുകൾ, ചില ആളുകൾ ഇങ്ങനെ ആളുകളെ മുമ്പിൽ ചാടി കടന്ന് മറ്റുള്ളവരെ ശല്യം ചെയ്തുകൊണ്ട് ഒരു വരുമ്പോൾ തന്നെ ആളുകൾക്കൊരു പ്രയാസമാക്കുന്ന അവസ്ഥയിലുണ്ടാക്കാൻ വരുന്നവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാലാവട്ടെ ഇരിക്കുന്നവരും മറ്റുള്ളവർക്കൊരു പ്രയാസമുള്ള രീതിയിൽ ഇരിക്കാൻ പാടില്ല. ഇപ്പോൾ അത്തഹിയാത്ത്, അവസാന അത്തഹിയാത്ത് ഇരിക്കുന്നത് തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയാം. അത് ശരിക്കും നമ്മൾ ഇരിക്കേണ്ട പോലെ ഇരിക്കണം, അല്ലേ? ഷാഫി മദ്ഹബിൽ പറയുന്ന പ്രകാരം അങ്ങനെ ഒരു കാലിൻ്റെ ഉള്ളോട്ട് ചേർത്ത് ഇട്ട് ഉള്ളിലൂടെ ഇട്ടിട്ട് വലത് കാലിൻ്റെ വിരലുകളൊക്കെ മടക്കി വെച്ച് ഇങ്ങനെ ഒരു ഇരുത്തം ഉണ്ടല്ലോ. പക്ഷേ ഈ ഇരുത്തം പലപ്പോഴും നല്ല തടിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. മുട്ടുവേദന ഉള്ളവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾ അങ്ങനെ ഇരിക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതിലൊക്കെ ഷട്ടിച്ച് എൻ്റെ നിസ്കാരം ബാത്തിലായി പോകുന്നൊക്കെ വിചാരിച്ച ചില ആൾക്കാർ ഒരു 8-10 ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ആളുടെ മേലേക്ക് ഇയാളുടെ ബോഡി ഇങ്ങനെ ചാരി വെച്ച മരം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കളിയാക്കല്ല, ആ സത്യാവസ്ഥ മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണല്ലോ. ചിലരാവട്ടെ ആ ചാരി ഇരിക്കുന്ന മറ്റവരുടെ കാലിലായിരിക്കും, നല്ല വേദനയോടുകൂടിയായിരിക്കുമ്പോൾ നിസ്കാരം കഴിയുന്നവരേ ഉണ്ടാവുക. ഇതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പം ശരിക്കും ഹനഫി മദ്ഹബിൽ അങ്ങനെ ഒരു ഇതിൽ തർക്ക വിഷയമല്ല. ഫസ്റ്റത്തെയാത്ത് തന്നെയാണ്, ലാസ്റ്റത്തെയാത്ത്, നേരെ അങ്ങ് ഇരുന്നാൽ മതി. അപ്പോൾ ഇതാവട്ടെ ഇങ്ങനെയൊക്കെയുള്ള വിഷയത്തിൽ മറ്റുള്ളവരെ നമ്മൾ ഏത് വിധേന ശല്യം ചെയ്യുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അള്ളാഹിൻ്റെ റസൂലിൻ്റെ സംസാരമൊക്കെ കേൾക്കാനല്ലേ എന്ന് കരുതി എല്ലാവരും സഹാബത്തൊക്കെ മുമ്പിലേക്ക് അങ്ങോട്ട് വരും. നേരത്തെ ഇരിക്കുന്നവർക്കൊന്നും ഒരു വിലയുണ്ടാവില്ല. അവരൊക്കെ ചാടിക്കടന്ന് മുമ്പോട്ട് വരുന്ന ഒരു കാര്യം. ഇത് ഇപ്പം മക്കയിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് അതിന് ചേർത്ത് പറയും. ഇപ്പം റൗളയുടെ മുമ്പിൽ, അല്ലെങ്കിൽ കാബ ഷെരീഫിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ജംറയിൽ കല്ലെറിയുന്ന ഭാഗത്ത്, ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് ചില ആളുകളൊക്കെ എന്തുമാത്രം വൈകാരികമായിട്ട് ഇതിനെ കാണുന്നു. കാബ തൊടാനും മുത്താനും വേണ്ടി ആളുകളൊക്കെ പിടിച്ച് മാറ്റി. എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പം വരിക, ഇല്ലേ പോട്ടെ, അതൊക്കെ ഒരു സുന്നത്ത്, ഒന്ന് അഭിവാദ്യം ചെയ്ത് പോയാൽ മതി കഴിയുന്ന പോലെ. അതൊന്നും ഫർളായ കാര്യങ്ങളല്ല. എന്നിട്ട് അതിനു വേണ്ടി തല്ലുകൂടുക, ആളുകളുടെ മേലെ കൂടെ ഒക്കെ ഇങ്ങനെ എന്തോ ഒരു വൈകാരികമായിട്ട് ഇത് കിട്ടിയ സ്വർഗം കിട്ടുന്ന പോലെ. ഇതൊന്നും മറ്റുള്ളവരെ ശല്യം ചെയ്ത് കിട്ടേണ്ടതല്ല. അങ്ങനെ ശല്യം ചെയ്യുന്നതുകൊണ്ട് ഒരു പുണ്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇതൊക്കെ അദബ് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ അല്പം നീങ്ങിയിരുന്നിട്ട് ഇടം കൊടുക്കുക. വൈദാ ഖീല ഇൻഷുസൂ ഫൻഷുസൂ യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ സദസ്സുകളിൽ ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബ കഴിഞ്ഞിട്ട്, അത് ജുമായിൽ ഖുതുബയാവാം, അതിന് ശേഷമുള്ളതാവാം, അല്ലെങ്കിൽ മറ്റു പല സാന്ദർഭികമായിട്ടുള്ള ഖുതുബയാവാം, അതൊക്കെ കഴിഞ്ഞാൽ ഫൻഷുസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പിരിഞ്ഞു പോകണം. പിന്നെ അവിടെ ഇരുന്നിട്ട് ചില ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേഴ്സണലായിട്ട് വന്ന് അടുത്തിരുന്ന്
ഭയങ്കരമായിട്ട് കുശലാന്വേഷണം. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം, വേറെ പല ജോലികളുണ്ട്, വീട്ടിൽ പോകണം. അപ്പോൾ അതൊക്കെ തടസ്സമാകുന്ന രീതിയിൽ ചില ആളുകൾ വല്ലാതെ അവർക്ക് അറിയഞ്ഞിട്ടോന്നറിയില്ല. ചില ആളുകൾ സ്വഭാവം അത് ഇങ്ങനെയുള്ള പ്രകൃതമുള്ള ആളുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ വരാറില്ല. ഞാൻ പല പള്ളികളിൽ ഇമാമത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകൾ വരും. അത് ഒരു ലിമിറ്റ് വരെ ആവാം, കാരണം നമ്മൾ സംസാരിക്കേണ്ടി വരും. ചില ആളുകൾ സങ്കടം പറയാൻ വരുന്നവരുണ്ടാവും, ചിലർക്ക് പിന്നെ പ്രയാസം, ചില മസാല ചോദിക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ചില ആളുകൾ മുത്തയിട്ട് പിന്നെന്താ ഉസ്താദ്, എന്താ പിന്നെ സുഖം തന്നെ, ഇതിങ്ങനെ ചോദിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഒരു പണിയില്ല. അന്ന് അയാൾക്ക് ഫ്രീ ആയിരിക്കും, അയാൾ ടോട്ടലി ഫ്രീ ആണ്. അപ്പോൾ ഒരാൾ അപ്പം ചോദിക്കണ്ടേ, നിങ്ങളിപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാണ്, പെട്ടെന്ന് ഇപ്പോൾ ഒരു സംശയം ചോദിക്കാനാണ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നതിന് മര്യാദയുണ്ട്. മറ്റേത് അതല്ല. മറ്റേത് കൈ പിടിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക, സമയം ഇങ്ങനെ കളയുക, പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ട് എന്താ പിന്നെ ഫോൺ വിളിക്കുമ്പോൾ വരെ, ഈ ഫോൺ വിളിക്കുന്നവരെ ചില സന്ദർഭത്തിൽ നമുക്ക് അലവസരമായിട്ട് തോന്നും. ചില സന്ദർഭത്തിൽ അതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും എല്ലാ സമയത്തും ഫ്രീ ആയിക്കൊള്ളണമെന്നില്ല. നമ്മളെപ്പോഴും ഫോൺ വിളിക്കുമ്പോൾ ചോദിക്കേണ്ട ഓപ്പോസിറ്റുള്ള ആളോട് ഫ്രീ ആണോ. ചില ആളുകളാവട്ടെ ഡ്രൈവ് ചെയ്യണ സമയത്ത്, വാഹനം ഓടിക്കുന്ന സമയത്തുണ്ടാവും ഇവിടുന്ന് ഒരു കോള്, എന്നിട്ട് വെറുതെ സംസാരിക്കാം. മറ്റേ ആൾ പറയും ഞാൻ വാഹനം ഓടിക്കാം, ഇയാളത് പരിഗണിക്കുന്നേ ഇല്ല. അങ്ങനെയൊന്നും ആവരുത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഒരു പ്രയാസം ഉണ്ടാക്കിയത് അള്ളാഹു പറയാണ്, അങ്ങനെയുള്ള ചില ആളുകളുടെ പെരുമാറ്റം. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളോട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ പിരിഞ്ഞു പോവുക. പിന്നെ അവിടെ നിങ്ങൾ ബുദ്ധിമുട്ട് യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അപ്പോൾ നിങ്ങളുടെ അറിവ് നൽകപ്പെട്ടവരുടെ പദവികൾ അള്ളാഹു ഉയർത്തുന്നതാണ്. സത്യവിശ്വാസം സ്വീകരിച്ചവരുടെയും നിങ്ങളുടെ ഇൽമ് വർദ്ധിപ്പിച്ചു തന്നവരുടെ പദവി അള്ളാഹു ഉയർത്തുന്നതാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അല്ലാഹു ബിമാ തഅമലൂന ഖബീർ. നിങ്ങൾ ചെയ്യുന്ന എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു ചില ആളുകൾക്ക് ചില പദവികൾ കൊടുത്തിട്ടുണ്ട്, ചില അറിവുകൾ അധികം കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ടതില്ല എന്ന ഒരു ആയത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ ശബ്ദിക്കുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർ, അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാണ് വിശുദ്ധ ഖുർആൻ. അതോടൊപ്പം ഒരു ചെറിയ നിസ്സാരമായ വിഷയമാണെങ്കിലും അതൊക്കെ ഒരു വലിയ അലോസരം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. യാ അയ്യുഹല്ലദീന, കാരണം അറബ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മോശപ്പെട്ട ഒരു അവസ്ഥയിലൂടെ ഒരു കാലഘട്ടത്തിൽ വരുന്നവരെ ആ സംസ്കാരത്തിൽ നിന്ന് മാറ്റി ഒരു നാഗരികതയെ, ഒരു സംസ്കാരത്തെ ആ സംസ്കാരത്തിൽ നിന്ന് മാറ്റി പുതിയൊരു സ്വഭാവ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരണ്ടേ? ആ ഒരു സംസ്കരണ പ്രക്രിയ നടക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ إذا ناجيتم الرسول فقدموا بين يدي نجواكم صدقة. അതാണ് ഇതൊരു ചിരിച്ചുകൊണ്ട് പറയേണ്ട കാര്യമായിപ്പോയി. നിങ്ങൾ ദേവദൂതനുമായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു പേഴ്സണൽ ടോക്ക് വേണമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമല്ല, അള്ളാഹിൻ്റെ റസൂലിനോട് ഒറ്റയ്ക്ക് എന്നെ സംസാരിക്കണം, വലിയ നിർബന്ധമാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പേയ്മെൻ്റ് എടുക്കുക, ദാനം കൊടുക്കുക, സദഖ കൊടുക്കുക. ഫീസ് അടിച്ചിട്ട് സംസാരിച്ചോളി, കൗൺസിലിംഗ് ഫീസ് എന്ന ഒരു രീതിയിലുള്ള സംസാരമാണ്. നിങ്ങളൊരു സദഖ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലല്ലോ സദഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ സ്വീകരിക്കില്ലല്ലോ, സദഖ സ്വീകരിക്കാൻ പാടില്ല എന്നാണല്ലോ ഇസ്ലാമിൽ അള്ളാഹിൻ്റെ വിധി പ്രവാചകന്മാർക്ക്. അപ്പോൾ ആ ഒരു സദഖ കൊടുക്കുക, അവിടെ ഡൊണേഷനൊക്കെ ഫീസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതായത് സമയം കൊല്ലാൻ വേണ്ടി മാത്രം. ഒരാൾക്ക് ഫ്രീ ആണെങ്കിൽ മറ്റേ ആളെങ്ങനെ വിളിച്ചിട്ട് ശല്യം ചെയ്യുക, വാ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അയാളെ പണിയെ നമ്മൾ എപ്പോഴും, ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും പിന്നെ എപ്പോഴും നമ്മൾ പാലിക്കേണ്ട ഒരു വാല്യൂ ആണ്, ഒരു മൂല്യമാണ്. ഖുർആൻ നമ്മൾ തിരുത്തി തരിക. അപ്പോൾ ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ സമയം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയാൾക്ക് കൂടെ പ്രയോജനപ്പെടുന്നതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ദാനം കൊടുക്കണം എന്ന രീതിയിലാണ് സംസാരം. ذَلِكَ خَيْرٌ لَكُمْ وَأَطْهَرُ فَإِنْ لَمْ تَجِدُوا فَإِنَّ اللَّهَ غَفُورٌ رَحِيمٌ. അത് നിങ്ങൾ ചെയ്യുന്നത് പുണ്യവുമാണ് പവിത്രവുമാണ്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കയ്യില്ലെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും എന്ന് വിചാരിക്കുക. നിങ്ങളങ്ങനെ എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഇതിവൃത്തം, അതിൻ്റെയൊക്കെ അർത്ഥമാക്കുന്നത് അള്ളാഹിൻ്റെ റസൂൽ നിങ്ങൾ ആ രീതിയിൽ എന്ത് ചെയ്യരുത് വെച്ചാൽ ന്യായമായ കാര്യത്തിനല്ല, വളരെ ആവശ്യമില്ലാത്ത നിരർത്ഥകമായ ഒരു കാര്യമില്ലാത്ത സംസാരങ്ങൾക്ക് വേണ്ടി അള്ളാഹിൻ്റെ റസൂലിൻ്റെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതേ എന്നാണ്. അഷ്ഫഖ്തും അൻ തുഖദ്ദിമൂ ബൈന യദൈ നജ്വാകും സദഖാത്ത് فإذ لم تفعلوا وتاب الله عليكم فأقيموا الصلاة وآتوا الزكاة وأطيعوا الله ورسوله والله خبير بما تعملون.
നിങ്ങൾക്ക് അങ്ങനെ സദഖ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണോ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്താൽ നിസ്കാരം നിഷ്ഠയോടെ നിങ്ങൾ കറക്റ്റായിട്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. പിന്നെ നിഷ്ഠയോടെ നിസ്കരിക്കണം. സക്കാത്ത് കൊടുക്കുക, അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കുക, ഇത്തിബാഅ ചെയ്യുക, ഇതാഅത്ത് ചെയ്യുക, അതൊക്കെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട്. മനഃശാസ്ത്രപരമായിട്ട് ആ ഒരു സമീപനം ആ ജനതയോട് കാണിക്കുന്നത് നമ്മൾ കാണണം. അലം തറ ഇലല്ലദീന തവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം മാ ഹും മിൻകും വലാ മിൻഹും വയഹ്ലിഫൂന അലൽ കദിബി വഹും യഅലമൂൻ. അലം തറ ഇലല്ലദീന തവല്ലൗ, എന്നാൽ അള്ളാഹുവിൻ്റെ കപടവിശ്വാസികളുമായിട്ടുള്ള ആളുകൾ, ചില കപടവിശ്വാസികളായ ആളുകൾ ഗളിബല്ല, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായ ആളുകളുമായിട്ട് പിന്നെയും ബന്ധം സ്ഥാപിച്ച് അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ? അവർ നിങ്ങൾ പെട്ടവരോ ജൂതന്മാരിൽ പെട്ടവരോ ആയിക്കൊള്ളുന്നില്ല. ബോധപൂർവം കള്ളസത്യം ചെയ്യുന്ന ചില ആൾക്കാരാണ്. അങ്ങനത്തെ ചില ആൾക്കാർ, അത് ജൂതന്മാരെ മാത്രം കുറ്റം പറയേണ്ട, അള്ളാഹിൻ്റെ ശത്രുക്കളായിട്ട് അള്ളാഹിൻ്റെ റസൂലിനെതിരെ വിരോധം പുലർത്തി അള്ളാഹിൻ്റെ റസൂലും ദീനും നശിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ പോകരുത്. പണ്ടൊരു കത്തയച്ച കാര്യം നേരത്തെ സൂറത്തുൽ മുനാഫിഖൂനിൽ പെട്ട ഒരു ചരിത്ര സംഭവം നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, അവരുമായിട്ടുള്ള അവർ ദീനിനെതിരാണ്, അവർ സത്യത്തിനെതിരാണ്, അവർ ധർമ്മത്തിനെതിരാണ്, നീതി നടപ്പാക്കാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകളുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരിക്കലും ഈ രീതിയിൽ ഹൃദയബന്ധം പുലർത്താൻ പാടില്ല എന്ന് തന്നെയാണ്. അഅദ്ദല്ലാഹു ലഹും അദാബൻ ശദീദാ ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. അവർക്ക് അല്ലാഹു അദാബൻ ശദീദ, കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, അവർക്ക് ആ ഒരു അറിവില്ല, അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാതൊരു വിവരമില്ലാതെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കുഫ്രിയത്തിന്, നിഷേധത്തിന്, അവരുടെ നിഫാഖിനൊക്കെ വലിയ ശിക്ഷയുണ്ട്. അപ്പോൾ അവർക്കത് ദുനിയാവിൽ വെച്ചുകൊണ്ട് പരലോകത്തുണ്ട്. അതുകൊണ്ട് ഇത്തഖദൂ ഐമാനഹും ജുന്നതൻ ഫസദ്ദു അൻ സബീലില്ലാഹി ഫലഹും അദാബും മുഹീൻ. തങ്ങളുടെ ശപഥങ്ങളെ ഒരു മറയാക്കി ഉപയോഗിക്കാനാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ ദൈവമാർഗത്തെ, പടച്ച റബ്ബിൻ്റെ വഴിയിൽ നിന്ന്, അള്ളാഹിൻ്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാനും അവർ ശ്രദ്ധിക്കുന്നു. അവർക്ക് വലിയ ശിക്ഷയുണ്ട്. അവർ ശപഥം ചെയ്യുന്നതൊക്കെ ഇസ്ലാമിനെതിരായിരിക്കും. അങ്ങനെയുള്ള ശപഥങ്ങളൊന്നും ഇസ്ലാമിന് അനുകൂലമല്ലാത്തോടത്തോളം അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നവരും വഴികേടിലാണ്, അവർക്ക് വലിയ ശിക്ഷയുണ്ട്. ലാ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, സമ്പത്തൊന്നും അള്ളാഹിൻ്റെ അടുക്കൽ നിന്നുള്ള അദാബിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ടൊന്നും കഴിയില്ല. ഉലായിക അസ്ഹാബുൻ നാർ, അവർ നരകാവകാശികളാണ്. ഹും ഫീഹ ഖാലിദൂൻ, അവരവിടെ സ്ഥിരമായിട്ട് അവിടെ നരകത്തിൽ അവർ പെർമനൻ്റായിട്ട് അവർ ബുക്ക് ചെയ്ത് നിൽക്കുന്നവരാണ് ഈ സത്യനിഷേധികൾ. ഈ അക്രമം ചെയ്യുന്ന അക്രമികളായ ജനത, തെറ്റ് ചെയ്യുന്നവർ, അവർക്ക് അവരുടെ സമ്പത്ത് എത്ര വലുതായിട്ട്, എത്ര വലിയ മക്കളുണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇതൊന്നും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ദുനിയാവിലെ പളപളപ്പിൽ അവരുടെ ഈ ആകാര ഭംഗിയൊന്നും കണ്ട് നിങ്ങൾ വരും കണ്ണ് തള്ളണ്ട. അവർക്കുള്ളത് വൈകാതെ അവർ അനുഭവിച്ചു കൊള്ളുക തന്നെ ചെയ്യും എന്ന കാര്യമാണ് കാര്യം തുറന്നു പറയുന്നു വിശുദ്ധ ഖുർആൻ. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅൻ ഫയഹ്ലിഫൂന ലഹു കമാ യഹ്ലിഫൂന ലക്കും വയഹ്സബൂന അന്നഹും അലാ ശൈഇൻ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. ഇവരെല്ലാവരും ഈ യബ്അസുഹുമുല്ലാഹു ജമീഅ, ലോകത്തെല്ലാ മനുഷ്യന്മാരും ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് നിങ്ങളോട് ശപഥം ചെയ്യുന്ന പോലെ കമാ യഹ്ലിഫൂന ലക്കും വയഹ്സബൂന ലക്കും, അവർ പറയുന്നൊരു കാര്യം, അവരുടെ ശപഥം ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഇപ്പം നബിയോടും സഹാബത്തിനോടൊക്കെ അവർ വലിയ ശപഥം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ ഇവർ ശപഥം ചെയ്യുന്നത്
അള്ളാഹു അറിയുന്നുണ്ട്. വയഹ്സബൂന അന്നഹും അലാ ഷൈ, അള്ളാഹു അറിയാത്തായിട്ട് ഒന്നുമില്ല. ഇവർ കരുതുന്നത് ഇതൊന്നും ആരും അറിയുന്നില്ല, അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം കിട്ടും എന്നൊക്കെയാണ്. അപ്പോൾ ഇവർ അല ഇന്നഹും ഹുമുൽ കാദിബിൻ, അവർ കളവ് പറയുന്നവരാണ്. അപ്പം ഇവർ വലിയ രീതിയിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കലൊക്കെ വന്ന് ശബദമൊക്കെ ചെയ്തിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ സത്യവിശ്വാസികളോട് പറയും, ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വലിയ ശബദം ചെയ്യാറുണ്ട്. ഈ ശബദങ്ങളെയൊന്നും അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ പുലർത്തുന്നില്ല എന്ന് മാത്രമല്ല, പരലോകത്ത് അവർക്ക് ഗുണമില്ല. ഈ ശബദങ്ങൾ പരലോകത്ത് നിർവഹിക്കപ്പെടുന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ ഗുണം കിട്ടുന്ന രീതിയിലൊക്കെയാണ് വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കുക. ഇതൊന്നും ഒരർത്ഥത്തിലും ഇവർക്ക് ദുനിയാവിലും ഗുണമില്ല, പരലോകത്ത് അവർക്ക് ഗുണമില്ല. അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഇവർ നടക്കുന്ന ഇൻറ്റേർണലായിട്ടുള്ള രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങളിലും ഒക്കെ ഇവർ ഈ ശബ്ദങ്ങൾ പറയുക എന്നുള്ളത് അവരുടെ ഒരു കൾച്ചറാണ്, അറബ് കൾച്ചറിൻ്റെ ഭാഗമാണ്. വല്ലാഹ് ഇപ്പോഴും നമ്മൾ കേൾക്കാറില്ലേ അറബ്സ് പറയുന്നത് വല്ലാഹ് എന്നിട്ട് പറയുമ്പോഴത്തേക്ക് ഇവർ കേൾക്കുന്ന വിചാരിക്കും ഇവരൊക്കെ വലിയ സത്യസന്ധരാണ്, ഇവർ പറയുന്നത് അതുപോലെ നടക്കും എന്നൊക്കെ. ആ രീതിയിലുള്ള അവരുടെ കരുതൽ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു നേട്ടവും ഇവർക്ക് യഥാർത്ഥത്തിൽ അവർ വിചാരിക്കുന്ന പോലുള്ള ഒരു നേട്ടം ഇവർക്ക് ഇതിൽ കിട്ടാൻ ഇല്ല. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ്. എന്നാൽ യഥാർത്ഥത്തിൽ പിശാച് അവരെ പിടിയിലാക്കി എന്നുള്ളതാണ്. പിശാചിൻ്റെ ഇവർ പറയുന്ന ശബ്ദങ്ങളും ഇവരുടെ നിലപാടുകളൊക്കെ പൈശാചികമാണ്. ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവർ ചെകുത്താൻ്റെ പടയാളികളായിട്ട് മാറുകയാണ്, ചെകുത്താൻ്റെ ആൾക്കാരായിട്ടാണ്. അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ ആളുകൾ, പൈശാചികതക്ക് അടിപ്പെട്ടുകൊണ്ട് പിശാചിൻ്റെ ആൾക്കാരായിട്ട് അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, ഈ ശബ്ദം ചെയ്യുന്ന ആവട്ടെ, അവരുടെ കുഫ്രിയത്തിൻ്റെ നിഫാഖിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവർ വലിയ നഷ്ടത്തിലേക്കാണ് ഹിസ്ബു ഷെയ്ത്താൻ്റെ പടയാളികൾ വലിയ നഷ്ടത്തിലേക്കാണ് അവരുടെ ജീവിതം പോകുന്നത്. ദുനിയാവും പോയി പരലോകം പോയി എന്നൊരവസ്ഥ അവർക്ക് വൈകാതെ ഉണ്ടാകും. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു ഉലൈക ഫിൽ അദല്ലീൻ. അള്ളാഹുവോടും അള്ളാഹിൻ്റെ റസൂലിനോടും വിരോധം വെച്ച്, മാനസികമായിട്ട് ഒരു തരത്തിലുള്ള അകൽച്ച വെച്ച് ജീവിക്കുന്നവരാണ് അവർ. ഉലൈക ഹുമുൽ അദല്ലീൻ, അവർ അതിനിന്യമായിട്ട് ഈ ഭൂമിയിൽ തന്നെ അവർ ശിക്ഷിക്കപ്പെടും. പരലോകത്ത് അതികഠിനമായിട്ടുള്ള ശിക്ഷ അവർക്ക് വരാനുണ്ട്, അത് ഭാവിയിൽ അവർ സംഭവിക്കും. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. ഉറപ്പായും അള്ളാഹുവും അള്ളാഹിൻ്റെ റസൂലും തൻ്റെ ദൂതന്മാരും തന്നെയാണ് വിജയം വരിക്കുന്ന അള്ളാഹു എഴുതി കഴിഞ്ഞു. അഗ്ലിബന്ന വറസുലി, അള്ളാഹിൻ്റെ റസൂല് ഇതിൻ്റെയൊക്കെ മേലെ വിജയം, ഇവരുടെ ഗൂഢാലോചനകളും ഗൂഢതന്ത്രങ്ങളും ഇവരുടെ എല്ലാ കുതന്ത്രങ്ങളൊക്കെ നശിപ്പിക്കപ്പെടാൻ പോവാണ് എന്നും, സത്യദീൻ അള്ളാഹിൻ്റെ റസൂല് ഇവരുടെയൊക്കെ മേലെ, ഇതൊക്കെ മത്തും ഫതഹിൻ്റെ ഒക്കെ മുമ്പുള്ള സംഭവങ്ങളാണ്. മുമ്പ് തന്നെ അതും പ്രതികൂലമായൊരു, പക്ഷേ ഉഹദ് യുദ്ധത്തിൻ്റെ ശേഷമുള്ള സമയത്തൊക്കെ പിന്നെയുള്ള ചർച്ചയാണ് നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇസ്ലാം ഇതാ തീരാൻ പോണു ഇസ്ലാം ഇതാ തീർന്നു, നമ്മൾ ബദറിൻ്റെ പ്രതികാരം വീട്ടി ഉഹദിലൂടെ ഇസ്ലാം തകർന്നു, ഇനിയിപ്പോൾ അടുത്തൊരു അറ്റാക്കിൽ നമ്മൾ മദീനയും ജയിച്ചടക്കും എന്നൊക്കെ ഒരു സ്വഭാവത്തിലുള്ള പ്രചാരണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ റസൂലിനെതിരെ ഗൂഢതന്ത്രങ്ങൾ പിശാചിൻ്റെ ആളുകളും ചേർന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രഖ്യാപനമാണ്. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറസുലി, അള്ളാഹിൻ്റെ റസൂല് ഇതൊക്കെ അതിജയിക്കും. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, അള്ളാഹു പ്രതാപവാനും അതിശക്തനുമാണെന്ന കാര്യം തീർച്ചയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله. അള്ളാഹിൻ്റെ റസൂലിലും പരലോകത്തിലും
അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് പരലോക ജീവിതത്തെയൊക്കെ ഉണ്ടെന്ന ബോധത്തോടെ ജീവിക്കുന്ന ഈമാനുള്ളൊരു വിഭാഗം ജനത ഒരിക്കലും അള്ളാഹുവിന് വിരോധം വെച്ച് പുലർത്തുന്ന, അള്ളാഹിൻ്റെ റസൂലിനോട് വിരോധം വെച്ച് പുലർത്തുന്ന ഈ ശത്രുക്കളോട്, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും വിരോധം വെച്ച് പുലർത്തുന്ന ഈ ശത്രുക്കളോട് ഒരു കാരണവശാലും രാജിയാവില്ല, അവരോട് സ്നേഹബന്ധം പുലർത്തി ജീവിക്കുന്നവരല്ല. വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും, അവർ സ്വന്തം ബാപ്പയാവട്ടെ, അല്ലെങ്കിൽ പുത്രന്മാരാവട്ടെ, മക്കളാവട്ടെ, സഹോദരങ്ങളോ മറ്റു കുടുംബക്കാരോ ആയാലും ശരി. അതിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കം ഫതഹ് ഇനി ഉണ്ടാകുമെന്ന, അതായത് ഇനി ഹുദൈബിയ സന്ധി കഴിഞ്ഞ് ഇനി മക്കം ഫതഹിലേക്ക് എത്തുമെന്ന കാര്യമൊക്കെ നേരത്തെ ഈ ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ മക്ക ജയിച്ചടക്കും, റോമും പേർഷ്യയൊക്കെ നമ്മുടെ അധീനതയിലാകും, ഇതൊക്കെ നേരത്തെ തന്നെയുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ കുടുംബം, മുശ്രിക്കായിട്ടുള്ള ഇസ്ലാമിൽ ഇതുവരെ വരാത്ത കുടുംബം, അവരൊക്കെ രക്ഷപ്പെടണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടെ ചില ആളുകൾ, അതിന് പിന്നിൽ നിന്നുള്ള ഉദ്ദേശം നല്ലതാണെങ്കിലും യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്. ഇതൊക്കെ എത്രയൊക്കെ സത്യദർശനം അവരുടെ മുമ്പിലെത്തിയിട്ടും അതിനെതിരെ കൊഞ്ഞനം കുത്തുകയും അതിനെതിരെ അവർ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളാണ്. അവർ കുടുംബക്കാരായാലും ശരി, അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെ മതി, അല്ലാതെ അവർ നരകാവകാശികളാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന വഅയ്യദഹും ബിറൂഹിൻ മിൻഹു ويدخلهم جنات تجري من تحتها الأنهار خالدين فيها. അള്ളാഹു സത്യവിശ്വാസം, ഈമാൻ അവരുടെ ഈ ഉലൈക ഇങ്ങനെയുള്ള ആളുകൾ, ഏത് സത്യവിശ്വാസികളായ ആളുകൾ, ആര്? ഈ സത്യവിശ്വാസികളായ ആളുകൾ ഇങ്ങനെയുള്ള മേലെ പറഞ്ഞ ആയത്തുകൾ നമ്മൾ ഓർക്കണം. അതിൻ്റെ എതിരാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞത് സത്യനിഷേധികളായ ആളുകളുമായിട്ട് ബന്ധം പുലർത്തുന്ന ആളുകൾ, ഈ ഒരു ആത്മബന്ധം പുലർത്തി അവരോട് ഭയങ്കരമായിട്ട് മിത്രങ്ങളായി സ്വീകരിച്ച് വല്ലാതെയൊക്കെ പൂമാലിട്ട് സ്വീകരിക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ടല്ലോ, എന്നിട്ട് അവരെ ഗൂഢാലോചനയിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളില്ലേ, അവരെ പോലെയല്ല പരലോക ജീവിതത്തിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ ഇങ്ങനെയുള്ള ഈ ഏർപ്പാടിന്, അതായത് ഇവരുമായിട്ട് ഒരു സ്നേഹബന്ധം പുലർത്താനൊന്നും പിന്നെ പോകില്ല. ആ ബന്ധം ആദർശബന്ധമാണ്, രക്തബന്ധത്തെക്കാളും കുടുംബബന്ധത്തെക്കാളൊക്കെ മുന്നിൽ നിൽക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഉലൈക കതബ ഫീ ഖുലൂബിഹിം ബിൽ ഈമാൻ വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അവരുടെ ഈമാനിനെ അള്ളാഹു നല്ല സത്യവിശ്വാസം സദൃഢമാക്കി അവരുടെ മനസ്സുകളിൽ അള്ളാഹു ആത്മചൈതന്യത്താൽ അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വയുദ്ഖിൽഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹ, നേരത്തെ നരകത്തിൽ മറ്റുള്ള ആളുകൾ, അള്ളാഹിൻ്റെ ശത്രുക്കളായ ദീനിനെ എതിരെ നിഫാഖോടുകൂടെയും കുഫ്രിയത്തിലും ജീവിച്ച സത്യനിഷേധികളായ കപടവിശ്വാസികൾക്ക് നരകത്തിൽ അവർക്ക് കൃത്യമായ ഖാലിദീന നിത്യവാസം, അവർക്ക് വലിയ ശിക്ഷയുണ്ടെങ്കിൽ അത് നേരെ എതിർ കാര്യമാണ് ഇവിടെ പറയുന്നത്. വദ്ഖുൽ ജന്നാത്ത്, സ്വർഗത്തിൽ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗീയമായ സുന്ദരമായ ആരാമങ്ങളിൽ ഖാലിദീന ഫീഹ, അവർ നിത്യവാസികളായിരിക്കും. റളിയല്ലാഹു അൻഹും വറളൂ അൻ, അള്ളാഹു അവരെക്കുറിച്ച് ഇഷ്ടപ്പെട്ടു, തൃപ്തിപ്പെട്ടു. അള്ളാഹു തന്നതിനെ പറ്റിയും അള്ളാഹുവെ പറ്റിയും അവരും തൃപ്തിപ്പെട്ടവരാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്, നേരത്തെ മേലെ പറഞ്ഞ ഹിസ്ബു ഷൈത്താനാണ്, ഷൈത്താൻ്റെ പണിയെടുക്കുന്നവരെന്ന്. ഇവിടെ പറയുന്ന ഉലൈക ഹിസ്ബുല്ലാഹ്, അവരല്ലാഹുവിൻ്റെ സൈന്യമാണ്, അള്ളാഹിൻ്റെ പടയാളികളാണ്. അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ, അള്ളാഹുവിൻ്റെ പാർട്ടിയാണ്, അള്ളാഹിൻ്റെ പടയാളികളാണ്. ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അള്ളാഹുവേ നിൻ്റെ ഹിസ്ബുള്ള, നിൻ്റെ പാർട്ടിയായി, നിൻ്റെ പാർട്ടിയായിക്കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നീ തന്ന ഈ കൊച്ചു ജീവിതത്തിൽ ഹിസ്ബു ഷൈത്താനാവാതെ, ചെകുത്താൻ്റെ പടയണി ചേരാതെ നിൻ്റെ ഹിസ്ബുള്ളയാക്കി ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അള്ളാഹുവേ. ഞങ്ങളുടെ ദുആ ഏത് സന്ദർഭത്തിലും നിന്നിലേക്ക് തിരിയുമ്പോൾ, നിന്നിലേക്ക് ദുആ പ്രതീക്ഷയോടെ കൈകൾ ഉയർത്തുമ്പോൾ, അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ സ്വീകരിക്കണേ
അള്ളാഹുവേ, ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഞങ്ങൾ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ കുടുംബക്കാർ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിലൊക്കെയുള്ള സംസാരങ്ങളത് ഓൺലൈനാവട്ടെ ഓഫ്ലൈനാവട്ടെ, അള്ളാഹുവേ അതിലൊന്നും മറ്റുള്ളവരെ പറ്റി ഗീബത്തും നമീമത്തും പറയാതെ ഏറ്റവും നല്ല ദീനിയായ സംസാരത്തിൽ മാന്യത കൈവിടാതെ സംസാരിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ മര്യാദയുള്ളവരാക്കണേ അല്ലാ. സദസ്സുകളിലേക്ക് പോകുമ്പോൾ, ആളുകൾ കൂടിയിരുന്നേക്ക് ചെല്ലുമ്പോൾ, ഫംഗ്ഷനുകളിൽ പോകുമ്പോൾ അള്ളാഹുവേ നല്ല സ്വഭാവത്തിൽ പെരുമാറാനുള്ള സ്വഭാവ മഹിമ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ മറ്റുള്ളവരെ ഒരു രീതിയിലും ശല്യപ്പെടുത്താതെയുള്ള സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, സ്വഭാവ സവിശേഷതകൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ സ്വഭാവത്തെ നന്നാക്കി തരണേ അല്ലാ. അള്ളാഹുവേ ശത്രുക്കൾ, അള്ളാഹുവേ സത്യനിഷേധികളായ ആളുകൾ, അക്രമികളായ ജനത, അള്ളാഹുവേ അവരുമായിട്ടുള്ള ഈ അർത്ഥത്തിലുള്ള ആത്മബന്ധം ഞങ്ങൾക്കുമില്ല റബ്ബേ. തെറ്റ് ചെയ്യുന്നവരെന്നും തെറ്റ് ചെയ്യുന്നവരാ, അക്രമികളെന്നും അക്രമികളാ. അള്ളാഹുവേ ഞങ്ങൾക്ക് ഈമാനുള്ള സഹോദരങ്ങളെ, ഈമാനുള്ള നിൻ്റെ മുമ്പിൽ 5 വഖ്ത് നിസ്കരിക്കുകയും വിശ്വാസത്തോടെ സ്വർഗപ്രവേശനത്തിലേക്ക് മുന്നോട്ട് കുതിക്കുന്ന സഹോദര സഹോദരിമാരുമായുള്ള നല്ല ഒരു ബന്ധം ഞങ്ങൾക്കുണ്ടാക്കി തരണേ അല്ലാ. അള്ളാഹുവേ ഒരിക്കലും ഹറാമായ ഒരു വഴിവിട്ട ബന്ധവും ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ലേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അടുപ്പിക്കണേ അല്ലാ. അള്ളാഹുവേ സ്വർഗാവകാശികളായ അഹ്ലുൽ ഖുർആൻ്റെ വഴിയിൽ ഞങ്ങളെല്ലാം ചേർത്ത് നിർത്തണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ഈമാനിനെ പൂർത്തിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ, വീഴ്ചകൾ, പാപങ്ങളല്ലാ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ നീ പുറത്തു തരണേ അല്ലാ. മുൻകാലത്ത് അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളല്ലാ പുറത്തു മാപ്പാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ കൽബകങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഈമാൻ കൊണ്ട് പ്രകാശപൂരിതമാക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ മനസ്സുകൾ നന്നാക്കി തരണേ അല്ലാ. എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുന്ന മനസ്സാക്കി മാറ്റണേ അല്ലാ. നാവ് കൊണ്ട് നല്ലത് മാത്രം പറയുന്ന, നല്ല വാക്ക് സംസാരിക്കുന്ന നാവാക്കി ഞങ്ങളുടെ നാവിനെ മാറ്റണേ അല്ലാ. കണ്ണുകൊണ്ട് തെറ്റായ ഒന്നിലേക്കും ഞങ്ങളെ കാണിക്കല്ലേ അല്ലാ. അതിനുള്ള സാഹചര്യങ്ങൾ വരുത്തല്ലേ അല്ലാ. അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ പോലും ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് അതിൽ നിന്ന് തടയിടാൻ, ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ആത്മനിയന്ത്രണം നൽകണേ അല്ലാ. അള്ളാഹുവേ കാതുകളിലേക്ക് ഗീബത്തും നമീമത്തും കേൾപ്പിക്കല്ലേ അല്ലാ. അള്ളാഹുവേ തെറ്റായ വഴിവിട്ട ബന്ധങ്ങൾ, നരകത്തിലേക്ക് പോകേണ്ട ജീവിതങ്ങൾ, അള്ളാഹുവേ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ നീയായിട്ട് തന്നെ മുറിച്ചു തരണേ അല്ലാ. അള്ളാഹുവേ സ്വർഗാവകാശികളായിട്ടുള്ള ഈ ഭൂമിയിലെ ഞങ്ങളുടെ നാട്ടിലും അയൽവാസികളിലും സുഹൃത്തുക്കളുമായിട്ട് ഒരുപാട് പേരില്ലേ. അള്ളാഹുവേ നിനക്കറിയാം അവർ സ്വർഗാവകാശികളാണ്. അള്ളാഹുവേ അവരെ ഞങ്ങൾക്ക് ആത്മബന്ധുക്കളാക്കി, സുഹൃത്തുക്കളാക്കി മാറ്റിത്തരണേ അല്ലാ. ഞങ്ങളെയും അവരെയും ഒരുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാ അർത്ഥത്തിലും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടവരാ, അവർ മരിക്കുന്നവരെ അവരെ സന്തോഷത്തോടെ പരിചരിക്കാനുള്ള സൗഭാഗ്യം ചെയ്തു തരണേ അല്ലാ. ഒരു രീതിയിലും ഞങ്ങളുടെ പെരുമാറ്റമോ സംസാരമോ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ രക്തബന്ധുക്കൾ, കൂടപ്പിറപ്പുകളല്ലാ, ഞങ്ങളെ ഒരു കാലത്ത് സ്നേഹിച്ചൊരുമിച്ച് ജീവിച്ചവരാ. ഞങ്ങളെ തമ്മിൽ മനസ്സ് അകറ്റല്ലേ അല്ലാ. ഒരുപോലെ ഒറ്റ മനസ്സോടെ ഒരുമയോടെ എന്നെന്നും ജീവിപ്പിക്കാൻ അള്ളാഹുവേ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. മരിക്കുന്നവരെ സ്നേഹത്തോടെ, കൂടപ്പിറപ്പുകൾ സ്നേഹത്തോടെ ജീവിപ്പിക്കുന്ന അവസ്ഥ വരുത്തണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ എല്ലാവരെയും നീ ഹിദായത്തിലാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്.
اللهم ربنا اغفر لنا ذنوبنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.